അവർക്ക് കാലിക്കറ്റ് കപ്പിൾസിന്റെ സ്പെഷ്യൽ വീഡിയോയിലോട്ട് സ്വാഗതം. Once again, welcome back to our new vlog. അപ്പൊ ഞങ്ങളിതാ അമ്പലത്തിലൊക്കെ പോയി വന്ന് ഇനി നമുക്ക് പൂവിടാനുണ്ട്. പിന്നെ നമ്മള് സദ്യയിലേക്ക് കടക്കണം കേട്ടോ. അതില് സ്പെഷ്യൽ ആയിട്ടുള്ള 2 ഐറ്റം ഞാനാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ എന്റെ ഡ്രസ്സൊക്കെ ഒന്ന് അടിപൊളിയല്ലേ? ആ 2 ഐറ്റം കഴിക്കാനുള്ള ആൾക്കാരെ നിങ്ങൾ തെരഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ആ സ്പെഷ്യലായിട്ട് കഴിക്കുന്ന ആൾക്കാരെ വേണ്ടിട്ട് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും കാലിക്കറ്റ് കപ്പിൾസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പൊ വീഡിയോയിലോട്ട് പോയാലോ? അപ്പൊ അമ്മ ഓണായിട്ട് എന്താ എല്ലാരോടും പറയാനുള്ളേ? ഹാപ്പി ഓണം. എന്നോടല്ല, എല്ലാരോടും പറയാനാ. എല്ലാരോടും ഹാപ്പി ഓണം. അപ്പൊ നിങ്ങൾക്ക് ഓണത്തിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? നിങ്ങളെ ചെറുപ്പത്തില് എന്തൊക്കെയാണ്? പൂപ്പറയ്ക്കുക, രാവിലെ പലച്ചക്ക് പോയി പൂപ്പ് ഇന്നത്തെ മാതിരിയല്ല. കടയിൽ നിന്ന് വാങ്ങുന്ന പൂക്കളല്ല, പലച്ചക്ക് പോയിട്ട് പൂവ് ഒക്കെ എവിടെയാ ഉള്ളത്? എല്ലാ വീടുകാരനും ഇടിക്കുന്നതിന് മുന്നേ പോയിട്ട് ആ വീട്ടിലത്തെ പൂവൊക്കെ പറിച്ച് ഞങ്ങൾ വട്ടി നിറയ്ക്കും. പിന്നെ തുമ്പപ്പൂവാണ് കാര്യമായിട്ട്. അത് ഒരു വട്ടി തുമ്പപ്പൂ ഉണ്ടെങ്കിൽ അമ്മ പറയും തുമ്പപ്പൂ തോന വേണം, ഒരു വട്ടി അതിനായിട്ട് വട്ടി അതിൽ നിറയെ തുമ്പപ്പൂ വരും. പിന്നെ വേറെ പൂവ്. പിന്നെ വീട്ടിൽ നിന്ന് പറിക്കുന്ന ഓരോ വീട്ടിൽ ഞങ്ങൾ എല്ലാ പൂക്കളും പറിച്ച് ഓർക്ക് പിന്നെ പൂടാൻ പൂണ്ടാവില്ല. പിന്നെ കാടും മലയും കുന്നൊക്കെ കയറി എത്ര പൂക്കൾ വേണമെങ്കിലും ഞങ്ങൾ ചെയ്ത് അരിപ്പൂ ഓർമ്മകൾ എടുക്കുക. കണ്ണടിച്ചാലോ ഓർമ്മ. വയനാടൻ അരിപ്പൂ, വേറൊരു നീല അരിപ്പൂ, അതൊക്കെ ആയിട്ട് ഈ വേലിപ്പടർക്കിന്റെ മുകളിലൊക്കെ ഫുള്ളായിട്ടുണ്ടാകും. അതൊക്കെ പറിച്ചിട്ടാ ഞങ്ങള് കൊട്ട നിറച്ചിട്ട് കൊണ്ടുവന്നത്. ഒറ്റ കടയിൽ നിറച്ച പൂക്കളും വാങ്ങില്ല. അന്ന് പൂക്കളില്ല കടയിലൊന്നും അങ്ങനെ. ഓക്കെ, അങ്ങനത്തെ ഓണം ഉഷാറോണം. ഉഷാറോണം. എല്ലാരും കൂടി ഒരുമിച്ചിരുന്ന് രാവിലെ പൂവിട്ട് പിന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി എല്ലാരും ഒരുമിച്ചിരുന്ന് കഴിച്ച് എന്നിട്ട് പുറത്തേക്ക് പോകും. ഇനിയിപ്പോ ഞങ്ങൾക്ക് ഇനി പൂവിടാണ്ട് ഇനിയിപ്പോ അമ്മതാ ഇന്ന് സദ്യയാണ് കേട്ടോ. സദ്യ മീൻസ് ഞങ്ങൾ നോൺ വെജ് ഇല്ലാത്തൊരു സദ്യയും മലബാറുകാർക്ക് ഉണ്ടാവില്ലല്ലോ ലൈക്കു. അതെ, ഇനിയിപ്പൊ അച്ഛനെ ഞങ്ങൾ കാണിച്ചു തരാം. അപ്പൊ അമ്മേന്റെ അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് സുന്ദരിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അല്ലേ അമ്മ? ഓക്കെ, എന്നാ ഞങ്ങള് പൂവൊക്കെ ഇട്ടിട്ട് വരാം അല്ലേ അമ്മ? ഓക്കെ ഓക്കെ. അപ്പം ഞങ്ങളിതാ പൂക്കൾ അരിഞ്ഞു തുടങ്ങി ഗൈസ്. ഇപ്പൊ സമയം കറക്റ്റ് 11 മണി ആയിട്ടുണ്ടാവും തോന്നുന്നുണ്ട്. ഇപ്പതാ വരയ്ക്കാട്ടോ. അപ്പൊ ഉപ്പുവാണെന്ന് പൂക്കളം വരയ്ക്കുന്ന ആൾ അല്ലെ? അതെ, പൂക്കളം വരയ്ക്കുന്ന ആൾ എന്താണെന്ന് യാതൊരു ഐഡിയ ഇല്ല കേട്ടോ. വരച്ചു നോക്കട്ടെ. ഞങ്ങളുടെ പൂക്കൾ ഇതാ റെഡി ആയിരിക്കുന്നു ഗൈസ്. നോക്കൂ. അപ്പൊ ഞങ്ങള് ചോറ് കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾക്ക് ചോറിന് എന്തൊക്കെയല്ല കാണണ്ടേ? ലക്കു വിശന്നിട്ട് വയ്യട്ടോ, കുറച്ച് ലേറ്റ് ആയി പോയി അല്ലേ? അപ്പൊ ഞങ്ങൾ ഇതാ നമ്മുടെ നാട്ടിൽ ഒരു പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അവിടെ വരെ ഒന്ന് പോവാൻ വേണ്ടിയിട്ട് എല്ലാരും ആയിട്ടാട്ടോ നമ്മള് പോകുന്നത്. എല്ലാരും ഉണ്ട്. അയ്യോ കണ്ണനുണ്ട്. കണ്ണയ്യോ പറഞ്ഞില്ലല്ലോ. അയ്യോ
അപ്പം നമ്മൾ നാളെ പോവാണ്. പരിപാടി കഴിഞ്ഞോ എന്നറിയില്ല കേട്ടോ. എന്തായാലും നമുക്ക് പോയി വെക്കാം. ഓക്കേ. അപ്പോൾ ഈ വർഷത്തെ ഓണാഘോഷം ഞങ്ങൾ തുടങ്ങി കഴിഞ്ഞിട്ട് നാട്ടിൽ അടിപൊളി. പിന്നെ വോയിസ് ഓവർ ഞാൻ കൂടുതൽ കൊടുക്കുന്നില്ല, കാഴ്ചകൾ കാണാനും മ്യൂസിക്കൊക്കെ ഉണ്ടല്ലോ. ഇതിലിപ്പോൾ എത്ര കോപ്പിറൈറ്റ് കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല. ആദേശത്തിന് ഞാൻ കുറച്ച് സോങ്സും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട്. പിന്നെ സ്റ്റേജ് പ്രോഗ്രാമുകൾ നടക്കുന്നത് മാക്സിമം ഞാൻ മ്യൂസിക് ഒഴിവാക്കാൻ ശ്രമിച്ച് നമ്മൾ അഡീഷണൽ മ്യൂസിക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം റിസ്ക്കാണ്, കോപ്പിറൈറ്റ് എന്തായാലും കിട്ടും.
അപ്പോൾ ഇനി അടുത്തതായി നമുക്ക് സ്റ്റേജ് പ്രോഗ്രാമിലേക്ക് നടക്കാം കേട്ടോ. അപ്പം കൊച്ചുകുട്ടികളുടെ പരിപാടികളുണ്ട്, വലിയവരെ ഗാനമേള കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം നമുക്ക് വീഡിയോ കണ്ടാലോ? പോവാം. ഒറിജിനൽ സോങ് കിട്ടാൻ യാതൊരു രക്ഷയില്ലാത്തതിനെ കൊണ്ടാണ് സോങ് മാറ്റി ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആർക്കും ദേഷ്യമൊന്നും തോന്നരുത് കേട്ടോ. അപ്പം നമുക്ക് ഇന്ന് ഈ വീഡിയോ മൊത്തത്തിൽ നമുക്ക് കാണാനേ പറ്റത്തുള്ളൂ, കാരണം സോങ് ഒറിജിനൽ സോങ്ങും കാര്യങ്ങളൊന്നും ആയിരിക്കില്ല കേട്ടോ.
ഈ പ്രാവശ്യത്തെ ഓണം ഇതോടുകൂടി അവസാനിക്കുകയാണ്. ഗാനമേള തീർന്നിട്ടില്ല, ചെറുതായിട്ട് ഉറക്ക് തൂങ്ങി തുടങ്ങിയത്. കണ്ണൻ അവിടുന്ന് ഭയങ്കര ഉറക്കേന് കേട്ടോ. ഇവിടെ വന്നപ്പോ അതാ മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താണ് അമ്മൂസ പറയാനുള്ളത് ഈ പ്രാവശ്യത്തെ ഓണത്തിനെ പറ്റിയിട്ട്? ഉണ്ടായിരുന്നു ഈ പ്രാവശ്യത്തെ ഓണം എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യാലേക്ക്. ഞങ്ങൾക്ക് അടിപൊളി ഓണായിരുന്നു കേട്ടോ. നിങ്ങളിപ്പോ ഞങ്ങളെ ഫുള്ള് വൈബായിരുന്നു. ഞങ്ങളെ നാട്ടിലെ പരിപാടിയാണ് ഇപ്പൊ നിങ്ങള് ഇതിനു മുമ്പേ കണ്ടത് കേട്ടോ. ഒരുപാട് പരിപാടികൾ ഫുള്ള് നമ്മളിതിൽ എടുക്കാൻ പരിമിതികൾ ഉണ്ടായതിനെ കൊണ്ടാണ് നമ്മൾ എടുക്കാത്തത്. അപ്പൊ എന്തായാലും അടുത്ത പ്രാവശ്യത്തെ ഓണത്തിനും ഇതിനും നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾ നിങ്ങളെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി